ഹായ് ഫ്രണ്ട്സ്, യു എ നാഷണൽ ഡേയുടെ അവധിയോടനുബന്ധിച്ച് ഞാൻ ദുബായ് പാർക്സിൽ പോയിരുന്നു. ദുബായ് പാർക്സിൽ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണിത്. ദുബായ് പാർക്സിൽ പോയപ്പോൾ അത് അറബി കുപ്പായം ധരിച്ച് രണ്ട് പേര് കണ്ട് ഇത് പൊയ്ക്കാലിൽ നടക്കുന്നത് കാണാൻ പറ്റി. ഏകദേശം അവരുടെ കൂടെ നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഈ ഒരു ഡ്രസ്സിൽ അവർ നല്ലതായിട്ട് സ്യൂട്ട് ആവുന്നുണ്ട്. ഒട്ടും ആർട്ടിഫിഷ്യലായിട്ട് തോന്നുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വൈകിട്ട് ഏലിയൻ ഷോ ഉണ്ട്. ഏലിയൻ ഷോയുടെ പ്രൊമോഷനായിട്ടുള്ള 1-2 മോഡൽസാണ് അവിടെ ഉള്ളത്. അതേപോലത്തെ കൂടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. ഏകദേശം രാത്രി ഒരു 9 മണിയാകുമ്പോഴത്തേക്ക് ഏലിയൻ ഷോ ഉണ്ട്. നല്ല ലൈറ്റിങ്ങും ഇതൊക്കെ ആയിട്ട് ഇതുപോലെ ഡ്രസ്സിങ്ങിലുമായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരുടെ കൂടെ നിന്നും ഫോട്ടോ എടുക്കാൻ, കാരണം അതിപ്പോൾ ഒരു ഏലിയൻ്റെ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്നതൊക്കെ കാണാൻ പറ്റും. അത് കാരണം അത് കാണാനൊക്കെ നല്ല രസമായിരുന്നു. അതുപോലെ ഈ ഏലിയൻ ഡ്രസ്സ് ധരിച്ചിട്ടുള്ളവരാണെങ്കിൽ നല്ല ഇതായിട്ടുള്ള കളർ കോമ്പിനേഷനായിട്ടുള്ള ഡ്രസ്സാണ് ധരിച്ചിട്ടുള്ളത്. കാരണം അവരുടെ കൂടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കുകയും ജസ്റ്റ് ചെറിയ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ ഇത് നമുക്ക് ഗിഫ്റ്റൊക്കെ മേടിക്കണമെങ്കിൽ മറ്റേ കിഡ്സിനൊക്കെ ഗിഫ്റ്റ് മേടിക്കാൻ പറ്റിയുള്ള ഒരു സോണാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് ഇവിടുത്തെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളുള്ള ഏരിയയാണ്. ഇവിടുത്തെ മൾട്ടി കുഷൻ റെസ്റ്റോറൻറ്റുള്ള വിഷു എന്നുള്ള റെസ്റ്റോറൻറ്റാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ലൈവ് ഡാൻസ് പെർഫോമൻസിൻ്റെ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അത് നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഇതിൻ്റെ ഒരു ഫുള്ള് ഡീറ്റെയിൽ വീഡിയോ ഞാൻ എൻ്റെ ഇതിലായിട്ട് ലിങ്കിലായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മൾ കണ്ടത് ഇവിടെ ഡൈനോസർ ഷോ ഉണ്ടായിരുന്നു. ഡൈനോസർ ഷോ ഉണ്ടായിരുന്നപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു മോഡലാണ്. ഇപ്പോൾ ഡൈനോസർ ഷോ ഇല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു മോഡലാണ്. അതിൻ്റെ കൂടെ നിന്നും നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റുവാണ്. ഒരുപാട് കുട്ടികൾക്കൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. ഒരു റിയൽ ഡൈനോസറിൻ്റെ ഒരു മോഡലാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഏകദേശം രാത്രി ആയപ്പോഴത്തേക്ക് തിരക്കൊക്കെ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് 9 മണിക്കൊരു ഷോ ഉണ്ട്. ആ ഷോയുടെ സമയമാകുമ്പോഴത്തേക്ക് നല്ല ക്രൗഡായിരിക്കും ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അവിടുത്തെ ഫിലിപ്പീൻസിൽ നിന്നുള്ള ഒരു ബോക്സർ വന്നിട്ടുണ്ടായിരുന്നു. ഫിലിപ്പീനിൽ നിന്നുള്ള ചാമ്പ്യനായിട്ടുള്ളൊരു ബോക്സർ വരുന്നുണ്ടായിരുന്നു. അതിൻ്റേതായിട്ടുള്ളൊരു സ്റ്റേജ് ഷോ ആണ്. ഇവിടെ കുറച്ച് ഡാൻസ് ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ബോക്സർ വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.